ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നാണ് കുഞ്ഞിൻ്റെ ചോറൂണ് ചടങ്ങ്. എന്നാൽ കൃത്യസമയത്ത് വക്കീൽ അവിടെ എത്തിയിരിക്കുന്നു. ചടങ്ങ് മുടക്കിക്കൊണ്ട് തന്നെ. ചോറൂണ് നടത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതെന്താ പറ്റാത്തത് എന്നൊക്കെ ഇങ്ങനെ രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട്. നിങ്ങളൊരു ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിൽ വന്നിട്ടാണ് ഈ മര്യാദകേട് പറയുന്നത് എന്ന് ജഗദീഷ് പറയുമ്പോൾ കൈമൾ പറയുന്നു, പോലീസുകാർക്കും നിങ്ങൾക്കും ഇവിടെ കാര്യം എന്താണ്? ഒരു കാര്യവുമില്ലാതെ ഞാൻ ഈ ഫോഴ്സുമായിട്ട് ഈ ക്ഷേത്രനടയിൽ കടന്നു വരില്ലല്ലോ എന്ന് വക്കീല് പറയുമ്പോൾ എന്താണ് ആ കാര്യം, ഒന്ന് വാ തുറന്ന് പറയടോ എന്ന് ദേഷ്യത്തോടെ ജഗദീഷ് ചോദിക്കുന്നു. അതുപോലെ തന്നെ അതേ ദേഷ്യത്തിൽ വക്കീൽ തിരിച്ചു ചോദിക്കുന്നു, മൈൻഡ് യുവർ വേഴ്സ്. എൻ്റെ പേര് അനന്തഗോപൻ, പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. ഇത് കേട്ട് ജഗദീഷ് വീണ്ടും പറയുന്നു, അല്ലാതെ സുപ്രീം കോടതി ജഡ്ജിയൊന്നും അല്ലല്ലോ. നിങ്ങൾ ചോറ് കൊടുക്കാൻ പോകുന്ന ഈ കുഞ്ഞിന്റെ കസ്റ്റോഡിയൻ ആരാന്ന് ചൊല്ലി ഒരു തർക്കം. അതിനുവേണ്ടി കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടായിട്ടുണ്ട്. കുട്ടിയുടെ യഥാർത്ഥ ഉടമയ്ക്ക് കൈമാറണമെന്നാണ് കോർട്ട് ഓർഡർ. കോടതി ഉത്തരവ് നടപ്പാക്കാനാണ് ഞാൻ ഈ പോലീസിനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കാർത്തി പറയുന്നു, നിങ്ങൾ എന്ത് മണ്ടത്തരമായി വിളിച്ച് പറയുന്നത്? കുഞ്ഞിന്റെ യഥാർത്ഥ അവകാശി ഞാനാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ. നിങ്ങൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ ഈ കുഞ്ഞിന്റെ അച്ഛനാകാൻ പറ്റുമോ? ഇല്ല, എൻ്റെ കയ്യിലിരിക്കുന്നത് കോടതി ഉത്തരവാണ് എന്ന് വക്കീൽ. കാർത്തി മീനാക്ഷിയും അല്ലാതെ ആരാണ് കുഞ്ഞിന് മറ്റൊരു ഉടമ എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു. ഉടമയുണ്ടല്ലോ, ദാ വരുന്നുണ്ട് എന്ന് വക്കീൽ. അവിടേക്ക് മൈഥിലി എത്തി. മൈഥിലി കണ്ട പാടെ എല്ലാവരും വല്ലാത്ത ദേഷ്യത്തോടെ നിൽക്കുന്നു. ആ വരുന്ന സ്ത്രീ അറിയാമോ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ സാവിത്രി പറയുന്നു, അവളെ അറിയാത്തത് ആരാ? വളരെ പ്രശസ്തമല്ലേ. അവളെക്കുറിച്ച് ഒരു വിവരണം തരണമെന്നുണ്ട്, പക്ഷേ ഇപ്പോൾ സാധ്യമല്ല. കാരണം ഇത് പരിപാവനമായിട്ടുള്ള ഒരു ക്ഷേത്ര നടയാണ്. മൈഥിലി ഇപ്പോൾ അവിടേക്ക് വരുന്നു. ഇവളെ പോലെയല്ല, കടുവയാണ്. എന്തായാലും കൊള്ളാം എന്നൊക്കെ മാലതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. മൈഥിലി അവരോട് പറയുന്നു, ഞാനങ്ങ് ചത്തുപോയെന്ന് കരുതിയോ നിങ്ങളെല്ലാവരും? ഞാനൊരു കത്തെഴുതി വെച്ച് മുങ്ങിയപ്പോൾ നിങ്ങളെല്ലാവരും കരുതി കാണും ഞാൻ വല്ല കായലിലോ പാറമടയിലോ ചാടി ആത്മഹത്യ ചെയ്തതാണെന്ന്. ദൈവം തന്ന നല്ല ഒന്നാന്തരം ജീവൻ തുളച്ചു കളയാനേ ഞാനൊരു പമ്പര വിഡ്ഢിയല്ല. എനിക്ക് എൻ്റെ ജീവിതം ഉല്ലസിച്ച് ജീവിക്കണമെന്ന് പറയുമ്പോൾ നിർത്തടി എന്ന് രാജലക്ഷ്മി. അങ്ങനെയങ്ങ് കയറി ചൂടാകാതെ. കാര്യം ഞങ്ങളുടെ സുപ്പീരിയർ ഓഫീസറിൻ്റെ മുത്തശ്ശിയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ വന്നത് ഈ സ്ത്രീയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എന്ന് മറ്റൊരു പോലീസ്. ഞങ്ങളുടെ കുടുംബം തകർത്തവളാണ് ഇവൾ എന്ന് സാവിത്രി പറയുമ്പോൾ വക്കീല് പറയുന്നു, കുടുംബം തകർത്തോ തകർത്തില്ലയോ എന്നത് ഞങ്ങളുടെ വിഷയമല്ല. കോടതി ഉത്തരവ് നടപ്പാക്കണം, അതാണ് ഞങ്ങളുടെ വിധി. കാർത്തികിന്റെ മീനാക്ഷിയുടെയും സ്വൈര്യ ജീവിതത്തിന് ഞാനൊരു തടസ്സമാകരുത്. അത് തന്നെയാണ് ഞാൻ ഒഴിഞ്ഞു കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് എൻ്റെ ഹൃദയം ഇവിടെ വെച്ചിട്ട് പോകാൻ പറ്റുമോ? ഞാൻ പോകുമ്പോൾ എൻ്റെ കുഞ്ഞും എൻ്റെ കയ്യിൽ ഉണ്ടാകുമെന്ന് മൈഥിലി. നിന്റെ കുഞ്ഞോ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ മൈഥിലി ദേഷ്യത്തോടെ പറയുന്നു, പിന്നെ നിന്റെ കുഞ്ഞോ? നിന്റെ കുഞ്ഞാണോ വൈഘ? ഇവൾ എൻ്റെ കുഞ്ഞാണ്, ഞാൻ പ്രസവിച്ച എൻ്റെ മകൾ. നീ പ്രസവിച്ച കഥ ഇവിടെ വിളമ്പണ്ട എന്ന് നന്ദിനി പറയുമ്പോൾ ജഗദീഷ് പറയുന്നു, 101 തവണ ആവർത്തിച്ച വൃത്തികേടാണ് നീ ഇനിയും എൻ്റെ നാവിൽ കൂടെ പറയിക്കാൻ പോകുന്നത്. പൊക്കൾ കൊടി വേർപ്പെടുത്തിയ ശേഷം കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയ നീയാന്നോടി അമ്മ? നിങ്ങളുടെ കുടുംബത്തിന്റെ നാണം കെട്ട ഹിസ്റ്ററി കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവർക്ക് കോടതി അനുവദിച്ച അനുകൂല വിധി നടപ്പിലാക്കാനാണ് എന്ന് വക്കീല് പറയുമ്പോൾ ജഗദീഷ് പറയുന്നു, പിന്നെ എൻ്റെ ധാർമ്മിക ദോഷം നിങ്ങൾ വന്ന് പ്രകടിപ്പിക്കോടോ? താൻ എവിടുത്തെ ഗവൺമെന്റ് വക്കീലാടോ? തനിക്ക് അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ താൻ എന്നെ അറസ്റ്റ് ചെയ്യടോ? മിക്കവാറും ഇവിടെ അത് വേണ്ടി വരുമെന്ന് SI. നിങ്ങളെ എനിക്ക് ശരിക്കും അറിയാം, നിങ്ങൾ ആ ഇന്ദ്രജിയുടെ ഗുലാണ്ടർ അല്ലേ എന്നൊക്കെ ജഗദീഷ്. പണ്ടേ എനിക്ക് നിങ്ങളെ അറിയാമെന്നും ജഗദീഷ് പറയുന്നുണ്ട്. ഇവിടെ ഇനി എൻ്റെ പേരിൽ തർക്കിച്ചിട്ടൊന്നും ആർക്കും ഒരു പ്രയോജനവും ഇല്ല. ഞാൻ വന്നത് വഴക്കിടാനല്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ തന്നേക്കെന്ന് മൈഥിലി. കുഞ്ഞിനെ നീ വാങ്ങിച്ചോണ്ട് പോവോടി എന്നൊക്കെ ദേഷ്യത്തോടെ രാജലക്ഷ്മി ചോദിക്കുന്നു. മര്യാദയ്ക്ക് പറഞ്ഞാൽ നിങ്ങളെ തരത്തില്ല, അതുകൊണ്ടാ കോടതി ഉത്തരവോട് കൂടി വന്നതെന്ന് മൈഥിലി. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ തരില്ലെന്ന് രാജലക്ഷ്മി. അങ്ങനെ അങ്ങ് പ്രഖ്യാപിക്കല്ലേ രാജലക്ഷ്മി അമ്മേ. ഈ നടപടി ചെയ്തില്ലെങ്കിൽ നിങ്ങളെ വിവരം അറിയും. ഈ കുട്ടിയുടെ അമ്മ ഈ നിൽക്കുന്ന സ്ത്രീയാണ്, അവർക്ക് ആ കുട്ടിയെ കൊടുക്കണം, അതിനാണ് ഞങ്ങൾ വന്നത്. ഇത് കേട്ട് തിരുമേനി പറയുന്നു, അതിന് കുട്ടിയുടെ ചോറൂണ് തടയുകയാണ് വേണ്ടത്, അതാണ് ഒരു മര്യാദ. നിങ്ങൾ മര്യാദ എന്നെ പഠിപ്പിക്കേണ്ടെന്ന് പോലീസിന്റെയും പട്ടാളത്തിന്റെയും വിരട്ടെ ഇങ്ങോട്ട് വേണ്ട. ഇത് പരിശുദ്ധമായ ദേവാലയമാണ്, ഇവിടെ വെല്ലുവിളികൾ പാടില്ല. ഈ കോമ്പൗണ്ടിൽ കയറി കളിച്ചാലേ നിങ്ങൾ വിവരം അറിയും. വിളിക്കണോ ഞാൻ ഭക്തജനങ്ങളെ എന്നൊക്കെ തിരുമേനി പറയുമ്പോൾ വേണ്ട, ഞങ്ങൾ മാറി നിന്ന് സംസാരിച്ചോളാം എന്ന് വക്കീൽ. നിങ്ങളിങ്ങോട്ട് വരണം, ഈ നടപടി പൂർത്തിയാക്കിയിട്ടേ ഞങ്ങൾക്ക് പോകാൻ പറ്റൂ എന്നും വക്കീൽ. എന്നിട്ട് വക്കീലും ബാക്കിയുള്ളവരും അങ്ങോട്ടേക്ക് പോകുന്ന സമയം
മീനാക്ഷിയും ജയറാമും അവിടെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും കാർത്തിയേട്ടാ, ഇവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ മീനാക്ഷി ചോദിക്കുമ്പോൾ കാർത്തി പറയുന്നുണ്ട്, സമാധാനപൂർവ്വം ഇത് പരിഹരിക്കണം, കാരണം ഇത് കോടതി ഉത്തരവാണ്, നീ വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും പോകുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് എല്ലാവരും. സമയം പോവുക, എൻ്റെ കുഞ്ഞിനെ എങ്ങ് താ എന്ന് മൈഥിലി പറയുന്നു. കുഞ്ഞിനെ ഞാൻ തരില്ല എന്ന് മീനാക്ഷി കരഞ്ഞുകൊണ്ട് പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ബലപ്രയോഗം നടത്തേണ്ടി വരുമെന്ന് വക്കീൽ. മുത്തശ്ശി, മീനാക്ഷി അവളോട് വഴക്കിട്ടിട്ട് കാര്യമില്ലെന്ന് കാർത്തി. അതെ, കോർട്ട് ഓർഡറാണ്, കോടതി ഉത്തരവ് ആര് പാലിക്കാതിരിക്കരുത് എന്ന് കൈമൾ പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, പിന്നെ നമ്മൾ എന്ത് വേണമെന്ന് അച്ഛൻ പറയുന്നത്? ഇപ്പോൾ പന്ത് അവളുടെ കോർട്ടിലാണ്, അവൾ പറയുന്നത് പോലെ നമ്മൾ അനുസരിക്കേണ്ടി വരുമെന്ന് ജഗദീഷ്. സന്തോഷത്തോടെ മൈഥിലിയും മാലതിയും. കണ്ടവള് നമ്മളെ പൂട്ടി അല്ലേടാ എന്ന് സാവിത്രി. വയ്യാവേലിയെ വലിച്ചു വെച്ചപ്പോഴേ ഓർക്കണമായിരുന്നു എന്ന് ജഗദീഷ് പറയുന്നു. ദേ, ഇതിങ്ങനെ ലാഗടിപ്പിച്ച സമയം കളയല്ലേ, ഞങ്ങൾക്ക് ഒത്തിരി ജോലി തിരക്കുള്ളതാ, ആ കുഞ്ഞിനെ ഇവരുടെ കൈ കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോകാമായിരുന്നു എന്ന് വക്കീൽ. കുഞ്ഞിനെ ഇങ്ങോട്ട് താടി എന്ന് ദേഷ്യത്തോടെ പറയുകയാണ് മൈഥിലി. ദേ, എടി പൊടി എന്നുള്ള വിളിയൊന്നും ഇവിടെ വേണ്ടെന്ന് നന്ദിനി. വേണ്ടെങ്കി വേണ്ട മേഡം, എൻ്റെ കുഞ്ഞിനെ ഇങ്ങ് തായെന്ന് മൈഥിലി പറയുമ്പോൾ മീനാക്ഷി കരയുന്നു. തൽക്കാലം കൊടുത്തേക്ക് മോളെ, പുറകെ നമുക്ക് നിയമപരമായി പോരാടാമെന്ന് നന്ദിനി. ഇപ്പോൾ കൊടുത്തേക്കെന്ന് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മീനാക്ഷി. ചെന്ന് കുട്ടിയെ വാങ്ങിക്കും മേഡം എന്ന് വക്കീൽ മൈഥിലിയോട് പറയുന്നു. മൈഥിലി കുഞ്ഞിന്റെ അടുത്തേക്ക് മീനാക്ഷിയുടെ അടുത്തേക്ക് വന്നു. കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് മീനാക്ഷി. കണ്ണുനീര് തൂക്കിയതൊക്കെ മതിയടി, ഇങ്ങോട്ട് താടി കുഞ്ഞിനെ എന്ന് മൈഥിലി മീനാക്ഷിയോട് പറയുകയും കുഞ്ഞിനെ പിടിച്ച് വാങ്ങിക്കുകയും ചെയ്യുന്നു. എടി, നിന്നെ ഞാൻ ഇന്ന് കൊല്ലുവടി എന്ന് സാവിത്രി ദേഷ്യത്തോടെ പറയുന്നു. സാവിത്രിയെ അടക്കി നിർത്തുകയാണ് എല്ലാവരും. ഒന്നുകിൽ ഞാൻ ഇവളെ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ എങ്ങ് കൊല്ലുന്ന സാവിത്രി. അമ്മേ, ഇവൾ കോടതിയിൽ നിന്നും അവൾ വാങ്ങിച്ച ഉത്തരവാണ്, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, അമ്മ അത് മനസ്സിലാക്കണമെന്ന് കാർത്തിക്. മൈഥിലി കുഞ്ഞിനെയും കൊണ്ട് പോകാൻ തുടങ്ങുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മീനാക്ഷി. എൻ്റെ ദേവി മഹാമായെ, ഇതിനൊരു പരിഹാരമുണ്ടാക്കി തരണേ എന്ന് നന്ദിനി പറയുന്നു. രാജലക്ഷ്മിയും നടയിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദേവി, ഞാൻ ഇന്ന് വരെ ആരുടെ മുഖത്ത് തല കുനിച്ചിട്ടില്ല, തല കുനിക്കാനുള്ള അവസരം നീ എനിക്ക് തന്നിട്ടില്ല, പക്ഷേ ഇന്ന് ഞാൻ ഒരാളുടെ മുന്നിൽ തല കുനിക്കാൻ പോവുകയാണ്, ഒരു പെണ്ണിനോട് കുറെ കാരുണ്യം കാണിച്ചതിൻ്റെ പേരിൽ എന്ന് തൊഴുതുകൊണ്ട് വളരെ സങ്കടത്തോടെ രാജലക്ഷ്മി അമ്മ ഭഗവാനോട് പറയുന്നുണ്ട്. മൈഥിലി കുഞ്ഞിനെ കൊണ്ട് കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ മൈഥിലി എന്ന് പറഞ്ഞ് രാജലക്ഷ്മി മൈഥിലിയുടെ പിന്നാലെ വരുന്നു. മൈഥിലി, ഈ കുഞ്ഞ് ഞങ്ങളുടെ എല്ലാവരുടെയും ദൗർബല്യമാണ്, ദയവ് ചെയ്ത് നീ കുഞ്ഞിനെ കൊണ്ടുപോകരുത് എന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട്. രാജലക്ഷ്മിയുടെ തൊട്ട് പിറകിൽ കൈമളും ഉണ്ടായിരുന്നു. ഒരു അമ്മയുടെ വാത്സല്യത്തെ പറ്റി ഞാൻ മുത്തശ്ശിയോട് പറയേണ്ടതില്ലല്ലോ. ഈ കുഞ്ഞിനെ പ്രസവിച്ച ഈ കുഞ്ഞിന്റെ അമ്മ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ദൗർബല്യം എനിക്കല്ലേ ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഇവളെ അങ്ങ് എടുക്കുകയാണെന്ന് മൈഥിലി എൻ്റെ ഒരു അപേക്ഷയാണ്, നീ കുഞ്ഞിനെ കൊണ്ടുപോകരുതെന്ന് രാജലക്ഷ്മി കൈകൂപ്പിക്കൊണ്ട് പറയുന്നു. ഏതൊരു കുഞ്ഞും അവളുടെ അമ്മയോടൊപ്പമാണ് താമസിക്കേണ്ടത്, എൻ്റെ കുഞ്ഞ് എന്നോടൊപ്പം താമസിക്കുമെന്ന് മൈഥിലി. ഞാനൊരു ഓപ്ഷൻ പറയാം, കുഞ്ഞ് മൈഥിലിക്കൊപ്പം താമസിക്കട്ടെ. മൈഥിലി ചെമ്പകമംഗലത്ത് താമസിച്ചാൽ പോരെ എന്ന് കൈമൾ. അയ്യോ, അതൊക്കെ ചെമ്പകമംഗലത്തുള്ളവർക്ക് സ്വീകാര്യമാവുമോ? എന്താ, ഞാൻ ചോദിച്ചതിന് ആർക്കും മറുപടിയില്ലേ? മുത്തശ്ശൻ പറഞ്ഞ ഓപ്ഷൻ എല്ലാവർക്കും സ്വീകാര്യമാകുമോ എന്ന് മൈഥിലി ചോദിക്കുന്നു. സ്വീകാര്യമാകുമെന്ന് രാജലക്ഷ്മി. അത് കേട്ട് സന്തോഷത്തോടെ മൈഥിലി നിൽക്കുന്നു. ചെമ്പകമംഗലത്തിന്റെ ഒരു ഗതികേടെ, ആ വ്യവസ്ഥ ഞാൻ അംഗീകരിക്കാം, പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ടെന്ന് മൈഥിലി പറയുന്നു. ഇത്രയും നാൾ ഞാൻ ചെമ്പകമംഗലത്ത് തുടർന്നത് വലിഞ്ഞുകയറി വന്ന ഒരു അഭയാർത്ഥിയെ പോലെയായിരുന്നു, ഇനി മുതൽ അത് പാടില്ല, അത് ന്യായം, ഇനി മുതൽ ചെമ്പകമംഗലത്തെ വാതിൽക്കൽ ഒരു കസേരയിട്ടങ്ങ് ഇരുന്നോണം എന്ന് മാലതി പറയുന്നു. ദേഷ്യത്തോടെ ജഗദീശ് മാലതിയെ നോക്കുന്നു. എന്നെ ആരും വഴക്ക് പറയാൻ പാടില്ല, എനിക്ക് അർഹമായ സ്ഥാനം അവിടെ വേണം, എനിക്കിഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടായാൽ ആ നിമിഷം കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോകുമെന്നും മൈഥിലി പറയുന്നു. ഒരു വീടാകുമ്പോൾ അഭിപ്രായവും അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകുമെന്ന് കൈമൾ. അത് എന്നോട് പാടില്ല, എനിക്ക് സ്വസ്ഥതയും സമാധാനവും വേണമെന്ന് മൈഥിലി. സമ്മതിച്ചു എന്ന് ചോദിക്കുന്നു. സമ്മതിച്ചെന്ന് രാജലക്ഷ്മിയും. വാക്ക് എന്ന് ചോദിക്കുമ്പോൾ വാക്ക്, എങ്കിൽ പിന്നെ ബാക്കിയെല്ലാം മുറ പോലെ നടക്കട്ടെ, ഇവിടെ വെച്ച് ഇപ്പോൾ എൻ്റെ മകളുടെ ചോറൂണ് നടക്കണമെന്നും മൈഥിലി പറയുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ കാർത്തിക് കുഞ്ഞിനെ മടിയിലിർത്തി ചോറൂണ് നടത്തണമെന്നും പറയുന്നു. എന്നാൽ പിന്നെ അങ്ങനെ നടക്കട്ടെ രാജലക്ഷ്മി എന്ന് കൈമൾ. അങ്ങനെ ഇപ്പോൾ അവർ ചോറൂണിനായി പോകുന്നു. എന്തായി തീരുമാനം? കുഞ്ഞിന് ചോറ് കൊടുക്കാൻ തീരുമാനമായി എന്ന് അവർ പറയുന്നു. നല്ല കാര്യം. ഒരു കാര്യം കൂടി, അന്നപൂർണേശ്വരിയുടെ തിരുനടയിൽ വെച്ച് ഒരു കുഞ്ഞിന് അന്നം കൊടുക്കുമ്പോൾ പ്രാർത്ഥനയോടെ നിൽക്കണം. ക്ഷേത്രത്തിൽ ചില ആചാരങ്ങളുണ്ട്, അത് ലംഘിച്ചാൽ എൻ്റെ വിധം മാറുമെന്ന് തിരുമേനി പറയുന്നുണ്ട് എല്ലാവരോടും. ഇരുന്നിട്ട് കുഞ്ഞിനെ വാങ്ങി മടിയിൽ വെച്ച് ചോറൂണ് നടത്തുക എന്ന് തിരുമേനി പറയുന്നു. മൈഥിലി കുഞ്ഞിനെ കാർത്തിയുടെ കയ്യിലേക്ക് കൊടുത്തു. മീനാക്ഷിയോട് ഇരിക്കാൻ പറയുന്നു. അല്ല, ഇതെന്തിനാ ഇവളിരിക്കുന്നത് എന്ന് മൈഥിലി പറയുമ്പോൾ കാർത്തി പറയുന്നു മീനാക്ഷി എൻ്റെ ഭാര്യയാണെന്ന്. ഭാര്യ വേറെ, കുഞ്ഞിൻ്റെ അമ്മ വേറെ എന്ന് മൈഥിലി.
കുഞ്ഞിന് ചോറ് കൊടുക്കുമ്പോൾ കുഞ്ഞിന്റെ അമ്മയാണ് കൂടെ ഇരിക്കേണ്ടത്, അല്ലാതെ കണ്ടവളുമാരല്ല എന്ന് മൈഥിലി പറയുന്നു. അതൊന്നും നടക്കില്ല, നീ എൻ്റെ അടുത്തിരിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് കാർത്തി. എങ്കിൽ ചോറൂണ് നടക്കില്ലെന്ന് മൈഥിലിയും. ചോറൂണ് എന്നല്ല, ഒരു കാര്യവും നടക്കില്ല, കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകുമെന്ന് മൈഥിലി. നീ രണ്ടും കൽപ്പിച്ചാണല്ലേടി, നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് നന്ദിനി അടിക്കാൻ തുടങ്ങുമ്പോൾ വക്കീല് തടയുന്നുണ്ട് നന്ദിനിയെ. നന്ദിനി വേണ്ടെന്ന് രാജലക്ഷ്മി. മോളെ മീനാക്ഷി, മോള് മാറിക്കൊടുക്ക്, പ്രസവിച്ചതിന്റെ പേരിൽ അവളാണല്ലോ അമ്മ, അവൾ തന്നെ ഇരുന്നോട്ടെ എന്ന് രാജലക്ഷ്മി. ഇവൾ എൻ്റെ കൂടെ ഇരിക്കാൻ പാടില്ലെന്ന് കാർത്തി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു അവളെ ഇരിക്കൂ എന്ന്. നീ ഇരുന്നോളൂ എന്ന് രാജലക്ഷ്മി പറയുന്നു. വളരെ സന്തോഷത്തോടെ മൈഥിലി കാർത്തിയുടെ തൊട്ടരികിലായിരിക്കുന്നു. തിരുനടയ്ക്ക് നേരെയാണ് നീ ഇപ്പോൾ. ആ ശ്രീകോവിൽ ഒരു സാക്ഷിയുണ്ട്. അസുര ജന്മങ്ങളെ മുച്ചൂട് മുടിച്ച സാക്ഷാൽ ദുർഗാദേവി കരുതി വെച്ചിട്ടുണ്ട്, നിനക്ക് കാത്തിരുന്ന് വാങ്ങിച്ചോ എന്നൊക്കെ രാജലക്ഷ്മി മൈഥിലിയോട് പറയുന്നു. മനസ്സിന് ഇഷ്ടമില്ലാത്ത പലതും നടക്കും, മോനത് മറന്നു കളയുക എന്ന് കൈമൾ പറയുന്നു. പ്രാർത്ഥനയോടെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കുഞ്ഞിന് ചോറ് കൊടുക്കുക എന്നും കൈമൾ പറയുന്നു. അങ്ങനെ കാർത്തി ഇപ്പോൾ കുഞ്ഞിന് ചോറ് കൊടുക്കുന്നു. ചോറൂണ് കഴിഞ്ഞ് അവിടെ നിന്നും എണീച്ച് മൈഥിലി കുഞ്ഞിനെ എടുത്തു. കാർത്തിയും അവിടെ നിന്നും എണീക്കുന്നുണ്ട്. മീനാക്ഷി അവിടെ നിന്ന് പോകുന്നു. എടി, ഇനി അങ്ങോട്ട് നിന്റെ ജീവിതം മുഴുവനും തോരാമഴ പെയ്യുന്ന പാതിരാത്രികളല്ല, കണ്ണീർ കടലായിരിക്കും. കരഞ്ഞ് കരഞ്ഞ് നീ എന്ന് ഒടുങ്ങുന്നോ അന്നേ ഞാൻ ഈ ചെമ്പകമംഗലത്ത് നിന്ന് പോകൂ എന്ന് മൈഥിലി മീനാക്ഷിയോട് പറയുന്നു. ആ സമയം മീനാക്ഷി കരയുകയാണ്. വക്കീല് രാജലക്ഷ്മിയോട് പറയുന്നു, രാജലക്ഷ്മി മാഡം, ഇങ്ങനെയെങ്കിലും കഴിഞ്ഞതിൽ വളരെ നന്ദിയുണ്ട്. തൽക്കാലം നിങ്ങളുടെ റോള് കഴിഞ്ഞില്ലേ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ, ഇല്ല, തുടങ്ങുകയാണ്, ഞാൻ മറ്റൊരു കാര്യം പറയാനാണ് നിൽക്കുന്നത്. ഓഹോ, ഇനിയുണ്ടോ എന്ന് രാജലക്ഷ്മി. ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കാറായി. ഞാൻ റിസീവർ ആയതുകൊണ്ട് പറയാണ്, ആ ഉടവാൾ ഉത്സവ സമയത്ത് പൊതുജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കണം എന്ന് പറയുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.